ബൈ ദ വേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ തുമ്പിയും തുമ്പരും നല്ല കളിയാണ്. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ വോയിസ് ഓവർ ഇത് എത്രാമത്തെ വോയിസ് ഓവറെന്ന് പോലും എനിക്കറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തെ ഉത്സവം എത്തിയിട്ടുണ്ട്. നമ്മുടെ മേടേ ക്ഷേത്രത്തെ ഉത്സവം നമ്മൾ ചാവറകോട് പൂരം എന്നാണ് നമ്മുടെ മേടേ ക്ഷേത്രത്തെ ഉത്സവം അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ചാവറോട് പൂരമാണ് നമ്മുടെ മേടേശ്വരത്തെ ഉത്സവം അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോരോ അഗ്നിക്കാവടി രാത്രിയാണ്, എന്താണ് പറയുന്നത് എനിക്ക് ഒരു ബോധമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ശൂലംകുത്ത് ഉണ്ടായിരുന്നു, കാവടി ഉണ്ടായിരുന്നു, പറവക്കാവടി ഇതൊരു കാഞ്ചനയുടെ തീം വെച്ചിട്ടുള്ള പറവക്കാവടി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഓരോ അവരെടുക്കുന്ന വ്രതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ എല്ലാം അനുഗ്രഹം അവർക്ക് ഉണ്ട്. അപ്പം വെയിലുണ്ടായെന്ന് വെച്ചാൽ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെയിൽ എന്നത്തെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം അതേ കഴിഞ്ഞ് നമ്മളെ ശൂലംകുത്തുണ്ട്, ഇതെൻ്റെ കൂട്ടുകാരിയുടെ ശൂലംകുത്താണ്. അപ്പം അവളുടെ ശൂലംകുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. 8 മണി തൊട്ട് ഓരോ സ്ഥലത്ത് നിന്നും ഓരോ കാവടികളും ഒക്കെ ഓരോന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ പോയി അന്നദാനം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മോങ്കുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പീനെയാണ് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് വന്നത്. മോങ്കുട്ടൻ അമ്മയുടെ കയ്യിലായിരുന്നു. പിന്നെ മോങ്കുട്ടൻ വെയിലൊക്കെ ഭയങ്കര തോനെയായപ്പോഴും മോങ്കുട്ടൻ പിന്നെ തിരിച്ച് വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പി കുറച്ച് കുറുമ്പായതുകൊണ്ട് തുമ്പീനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ കടയിലോട്ട് പോയി തണുത്ത വെള്ളം കുടിച്ചപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു.